പത്തനംതിട്ടയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ ടി.എം. തോമസ് ഐസക് നമ്മോടൊപ്പം ചേരുകയാണ്. എന്തായാലും റോഡ് ഷോ ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ പറയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ കോൺഗ്രസ്സുകാർ പറയുന്നത് ഇ.ഡി. വരും പുറകെ, അതുകൊണ്ട് ഐസക്കിന് വോട്ട് ചെയ്യരുതെന്നാണ്. അത് ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം അത് ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു വിഷയം ചർച്ച കൊണ്ടുവരും. ഇ.ഡി. പറയണത് എന്തെങ്കിലും അഴിമതി കാണിച്ചിട്ടുണ്ടെന്നല്ല, അത് കോൺഗ്രസ്സുകാരും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ കടമെടുത്തൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് FRBM നിയമം തെറ്റിക്കുന്നതാണ്. 2, ഈ കടമെടുത്തപ്പോൾ അതിൻ്റെ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ട്. ഇതാണ്, അഴിമതിയൊന്നുമല്ല. അപ്പോൾ ഇത് തന്നെ കോൺഗ്രസ്സുകാർ പറയണേ. ആദ്യം കോൺഗ്രസ്സുകാർ പറയണം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ ഓരോ കിഫ്ബി വർക്കിൻ്റെ മുന്നിലും ബോർഡ് സ്ഥാപിച്ച് ചോദിക്കാൻ പോവുകയാണ്, ഇത് വേണ്ടിയിരുന്നോ? കൊടുത്ത് വേഗത്തിലായിപ്പോയോ? വേണ്ടിയിരുന്നെങ്കിൽ UDF എന്താ പരിപാടി ഇത് ചെയ്യാൻ? അവർക്ക് വല്ല വഴിയുണ്ടോ? കടമെടുക്കാതെ ചെയ്യാനായിട്ട് വല്ല പോംവഴിയായിട്ട് അവരുടെ മുന്നിലുണ്ടോ? അവർ പറയുന്ന ആനുവിറ്റി പ്രോഗ്രാം, ഇത് തന്നെയാണ് ആനുവിറ്റി പ്രോഗ്രാം. അപ്പോൾ ED സമൻസ് അയക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് ജനമധ്യത്തിൽ ചർച്ച വരും. ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രചരണായുധം. പിന്നെ യാതൊരു സംശയമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളിലൊന്ന് പത്തനംതിട്ടയിലെ പശ്ചാത്തല സൗകര്യ നിർമ്മാണം വരും. ഇന്നലത്തെ പര്യടനത്തിൽ ഇവിടെ നിന്ന് കോന്നിവഴി അല്ല അവിടെ നിന്ന് പിന്നെ നമ്മൾ മലയോര ഹൈവേ വഴി പോകുമല്ലോ. എന്താ റോഡ്, എത്ര സുഗമമായിട്ട് യാത്ര ചെയ്യാം, എത്ര ഭംഗിയായിരിക്കണം. അത് നമ്മളിങ്ങനെ നിരത്തി വെച്ച് പറഞ്ഞിട്ടില്ല, പറയാൻ പോവാണ്. ഞങ്ങൾ പറയാൻ പോവുകയാണ്. അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. രണ്ടാമത്, അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതാണ് ചെയ്ത കാര്യത്തിൽ അഭിനന്ദനം മേടിച്ച് പോകുക എന്നുള്ളതല്ല, ചെയ്യാൻ പോണ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്തപടിയായിട്ട് കേട്ടാൽ ഒരു അവിശ്വസനീയമായി തോന്നും. തൊഴിൽ വേണം, വാ തരാം. ഇപ്പം തന്നെ 5700 തൊഴിലവസരങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മറ്റൊരു 5000 തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതിലേത് തൊഴിലാണ് നിങ്ങൾക്ക് പറ്റിയത്? സെലക്ട് ചെയ്തോളൂ, ട്രെയിനിങ് വരും, പോയി ജോയിൻ ചെയ്തോ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് എന്നുള്ള തരത്തിലേക്ക് പോയി CPIM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി കഴിഞ്ഞ ശേഷം ഇനിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം സംസ്ഥാന വ്യാപകമായിട്ട് അങ്ങനൊരു സ്റ്റേറ്റ് മുഖം കൂടിയാണല്ലോ സ്വാഭാവികമായിട്ട്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഒന്ന് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി ഇന്ത്യൻ പാർലമെൻറ്റിൽ. രാഹുൽ വരുമോ ഇവിടെ മത്സരിക്കാൻ? ആർക്കറിയാം. അദ്ദേഹത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വടക്കേ ഇന്ത്യയിൽ BJPക്കെതിരായി ഫൈറ്റ് ചെയ്യുന്നതിന് പകരം കേരളത്തിൽ വന്ന് ഇവിടെ ഇടതുപക്ഷത്തിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹം വിനിയോഗിക്കട്ടെ, അദ്ദേഹം തീരുമാനിക്കട്ടെ. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നൊന്നുമില്ല. പക്ഷേ ഇടതുപക്ഷം വേണം, എൻ്റെ ഒരു സാന്നിധ്യം വേണം എന്നുള്ള കാര്യം മതന്യൂനപക്ഷങ്ങൾക്ക് നല്ല ബോധ്യമാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് ഈ കോൺഗ്രസിൻ്റെ അരകുഴമ്പൻ സമീപനം, വർഗീയതയോട് മൃദുഹിന്ദുത്വ സമീപനം, ഇതൊക്കെ ഒരു കാര്യം കോൺഗ്രസിൻ്റെ മുന്നണിയിൽ നിൽക്കുന്ന പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കും ഒരു ബോധ്യം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇടതുപക്ഷ സാന്നിധ്യം വേണം. 2020 അടിക്കുമോ? 2020 അടിക്കുമെന്ന് എനിക്കറിയത്തില്ല. അത് സ്വപ്പം യഥാർത്ഥമായിട്ടുള്ളതായേക്കാം. പക്ഷേ നല്ല ഭൂരിപക്ഷം പാർലമെൻറ്റിൽ LDF നേടും എന്നുള്ളതിന് ഉറപ്പ്. തീർച്ചയായും നിലപാട് തുറന്നു പറഞ്ഞു ഡോക്ടർ ടി.എം. തോമസ് ഐസക്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. രതീഷ് മാടമ്പശ്ശേരിക്കൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.